കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മാക്സ്വെലിന്റെ ആംബിയർ സർക്യൂട്ടിലുള്ള കറക്ഷനും മാക്സ്വെലിന്റെ 4 ഇക്വേഷൻസും പറഞ്ഞു. ഈ മാക്സ്വെലിന്റെ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് മാക്സ്വെല് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ പ്രോപ്പർട്ടിയും അതിന്റെ പ്രൊഡക്ഷനും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണേ കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അതായത് ഒരു ചാർജ് അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു ചാർജ് അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മൂവിംഗ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് പുറമെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു മൂവിംഗ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് പുറമെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഉണ്ടാവും. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ചാർജ് ഏത് ഫീൽഡ് ഉണ്ടാക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. മൂവിംഗ് എന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡിന് പുറമെ എന്ന് പറയണേ, ഇലക്ട്രിക് ഫീൽഡിനെ കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ മൂവ് ചെയ്യുന്ന ചാർജിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞു വരിക്കുന്നത്. പക്ഷെ ഒരു ചാർജ് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവും. സോ an accelerating charge can produce electromagnetic wave. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ചാർജിനെ പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആക്സിലറേറ്റ് ചെയ്യിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോ ഞാനൊരു ചാർജ് എടുത്തു, Q എന്ന് പറയുന്ന ഒരു ചാർജ് എടുത്തു. ഈ ചാർജിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓസിലേറ്റ് ചെയ്യുന്നു ഒരു മീൻ പൊസിഷൻ വെച്ചുകൊണ്ട്. ഓസിലേഷൻ എന്നൊക്കെ നമ്മള് +1 പഠിച്ചിട്ടില്ല. അപ്പൊ ഒരു ചാർജിനെ ഒരു മീൻ പൊസിഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നു അറിയിക്കാം. ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ മോഷൻ ആണ്. ഓസിലേഷനിൽ നമ്മൾ ആക്സിലറേഷൻ ഒക്കെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ചാർജ് ആക്സിലറേറ്റ് ചെയ്താൽ അവിടെ ഏതുണ്ടാവും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ആക്സിലറേഷൻ എന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യണേ? ചാർജിനെ ഓസിലേറ്റ് ചെയ്യുക. അപ്പൊ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതും ഏത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പൊ ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പൊ ചാർജ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ചാർജ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ചാർജിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ചാർജ് ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ, ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവും ഇല്ലേ? കോമൺ സെൻസ് ആണ്. വെറുതെ ഒരു ചാർജ് നിൽക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് സംഭവിക്കും? ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ, പാറ്റേൺ ഒന്നും മാറ്റില്ലാതെ. പക്ഷെ ആ ചാർജ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും കിടന്നിട്ട് ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് ചുറ്റുള്ള ഫീൽഡും വേരി ചെയ്യുന്നുണ്ടാവും. ഈ വേരി ചെയ്യുന്ന ഫീൽഡ് എന്തുണ്ടാക്കുന്നു പഠിപ്പിച്ചിട്ടുണ്ടാവും? അതന്നെ സാധനം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡും കിടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? വേരി ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇപ്പൊ വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇന്നലെ പഠിപ്പിച്ച വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അത് കിടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? വേരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ വേരിങ് ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്? വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. വേരിങ് മാഗ്നറ്റിക് ഫീൽഡിന് തിരിച്ചെന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്? വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. രണ്ടും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു ചാർജ് കിടന്ന് ആക്സിലേറ്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യൂടാ? വേരി ചെയ്യും. ആ വേരിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാക്കും? ഒരു വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചെന്തുണ്ടാക്കും? വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെ റീജനറേറ്റ് വിത്ത് ഈച്ച് അതർ എന്ന് പറയണേ. ഒരാൾ മറ്റാളെ ഉണ്ടാക്കും, മറ്റാളെ ഇയാളെ ഉണ്ടാക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരിയിങ് ആണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തോണ്ടിരിക്കും? ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ഏത് വേവ് ഉണ്ടാവും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ ഫീൽഡ് ഉണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരാ? ഇലക്ട്രിക് ഫീൽഡ്. സോ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് varying magnetic field. This varying magnetic field will produce varying electric field and this will regenerate with each other എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റാളുണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ ഒരു ചാർജ് കിടന്നത് എന്ത് ചെയ്താൽ മതി?
ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? വേരിയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ വേരിയും മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചെന്തുണ്ടാക്കും? വേരിയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അത് ഇങ്ങനെ ഉണ്ടായി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാ. ഇന്നലെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. കേട്ടോ? കിട്ടിയില്ലേ? അപ്പൊ അത് ഏത് വേവ് ആയിട്ട് മാറി? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട് മാറി. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എങ്ങനെ ഉണ്ടാകും നമ്മൾ പറഞ്ഞു. എങ്ങനെ ഉണ്ടാവണേ? ചാർജുകൾ ഓസിലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണേ. അപ്പൊ പരീക്ഷയ്ക്ക് അതന്നെ ചോദിക്കുക, ചാർജുകൾ ഓസിലേറ്റ് ചെയ്ത് എന്തുണ്ടാകും? സിമ്പിൾ ആയിട്ട് പറയാം, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അത് വെച്ചിട്ട് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടായിട്ട് ഏത് വേവ് ഉണ്ടാവും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവും. കേട്ടാ? ആ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? മ്യൂച്വലി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ. ആൻഡ് ദിസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഈ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എഴുതി വെച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ പ്രൊപ്പഗേഷൻ വേവിന് എഴുതി വെച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇവര് 3 പേരും എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതായത് വേവ് എക്സ് ഡയറക്ഷനോടാ പോണെന്ന് വിചാരിക്കുക. വേവ് എക്സ് ഡയറക്ഷനോടാ പോണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനോട് ഓസിലേറ്റ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് സെഡ് ആയിരിക്കും. അല്ലെങ്കിൽ വേവ് വൈയിലാണ് പോണെങ്കിൽ മറ്റുള്ള എക്സും സെഡും ആണ് ആര്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അത്രേ ഉള്ളൂ. 3 പേരും മ്യൂച്വലി എന്താണ്? പെർപെൻഡിക്കുലർ. കേട്ടോ? അപ്പോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേഷൻ ഓഫ് വേവും മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോ മറ്റേ മാക്സ്വെൽ അയാളുടെ 4 ഇക്വേഷനിൽ നിന്ന് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള ഈ വേവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അയാൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ, ഉണ്ടാക്കിയത് വേറെ ആളാണ്. അയാൾ പ്രിഡിക്റ്റ് ചെയ്ത വേവാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പൊ ആളെങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യണേ? ഒരു ഓസിലേറ്റിംഗ് ചാർജ് എന്തുണ്ടാക്കുന്നു? വളരെ സിമ്പിളാ. ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ചാർജ് എന്തുണ്ടാക്കുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കുന്നു. എങ്ങനെ ഉണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജ് വിൽ പ്രൊഡ്യൂസ് എ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദീസ് 2 ഫീൽഡ്സ് ആർ റീജനറേറ്റ് വിത്ത് ഈച്ച് അതർ. വീണ്ടും പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ ആർ ഓൾസോ പെർപെൻഡിക്കുലർ ടു പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആൻഡ് പ്രൊഡ്യൂസസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സംശയം ഉണ്ടോ? സിമ്പിൾ ആട്ടാ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടോ? നമ്മള് ആ വേവിന്റെ, ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് അല്ല ഫിഗർ വരയ്ക്കാൻ, എന്നാലും ഞാൻ ശ്രമിക്കാം. ഇത് വേവിന്റെ പ്രൊപ്പഗേഷൻ ആണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇത് വൈ ആക്സിസ് ആണ്, ഇത് ഇസഡ് ആക്സിസ് ആണ്. ഓക്കെ, അത് ഇസഡ് ആണ്. ഇവിടെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഫിഗർ വരച്ചിട്ട്. പക്ഷെ ഈ ഫിഗർ എന്നെ കൊണ്ട് അങ്ങനെ ഭീകരമായിട്ട് വരയ്ക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം ഞാൻ അത്ര വലിയ ഫിഗർ വരയ്ക്കാരനല്ല. യെസ്. അപ്പോ 3 ആക്സിൽ ആദ്യം വരച്ചു വയ്ക്കാം, മനസ്സിലാവാം. ഇത് എക്സ്, ഇത് വൈ, ഇതെന്താ? ഇസഡ്. ആദ്യം വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ ക്രസ്റ്റും ട്രഫും വരച്ചു വയ്ക്കാം. വേവ് വൈ ആക്സിൽ കേട്ടോ മക്കളെ, മുകളിലേക്കും താഴേക്കാണ് കേട്ടോ. മുകളിലേക്കുള്ളത് പോസിറ്റീവായി, താഴേക്കുള്ളത് നെഗറ്റീവായി. അപ്പൊ വൈ ആക്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു വേവ് വരച്ചു. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. വേവ് എവിടേക്കാ പോണേ? വേവ് പോകുന്നത് ഏത് ഡയറക്ഷനോടാ? എക്സ് ഡയറക്ഷനോടാ. എക്സ് ഡയറക്ഷനോട് വേവ് പോകുന്നു. വൈ ഡയറക്ഷൻ ആർക്ക് കൊടുത്തു? ഇലക്ട്രിക് ഫീൽഡിന് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഡയറക്ഷൻ ആരാ പോയ? ഈ ഇസഡ് ആണുള്ളത്. ഈ ഇസഡ് ആർക്ക് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിന് കിട്ടും. അല്ലെ, 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ആരൊക്കെടാ 3 പേര്? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ 3 പേരും മ്യൂച്വലി എന്താണ്? അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഏതാ? വൈ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനോടാ ഓസിലേറ്റ് ചെയ്യണേ. വേവ് എവിടേക്കാ പോണേ? വേവ് എക്സ് ഡയറക്ഷൻ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്ക് ഉണ്ടാവുക? ഇസഡ്. ഈ സെഡ് വരയ്ക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക കേട്ടോ. സെഡ് ആ ഒരു 3D ഇഫക്റ്റിൽ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന കയ്യാ. അതാണ്. ഞാൻ കുഴപ്പമില്ല, ഞാൻ വരയ്ക്കും കേട്ടോ. ഇതാണ് ഇസഡ്. ഞാൻ കാണിച്ചരാ, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഫീലിംഗ് വരും. പലതും തോന്നണ്ട? ഒന്നും തോന്നുന്നില്ലടാ. ഇതാണ്
ഇസഡ്. ഈ ഭാഗത്തിന് തോന്നില്ല, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ലൂപ്പ് എങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ടല്ല. ബാക്കിയൊരു ലൂപ്പ് തോന്നിയില്ലെങ്കിൽ ഫസ്റ്റ് ലൂപ്പ് തോന്നും. ആ എക്സ് എവിടേക്കാ പോണേ? എക്സ് വൈ ഡാഷോടാ പോണേ. ഇസഡ് എങ്ങനെയാ പോണെന്ന് നോക്കിയേ. ഇതെങ്ങനെ നിൽക്കണല്ലേ? ആ എക്സ് ഇലക്ട്രിക് ഫീൽഡ് വൈ ഡാഷോടാ പോണേ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാ പോണേ. കേട്ടോ, ഇത് വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കാൻ ചോദിക്കും. ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. എക്സ് ഡാഷോട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, വൈ ഡാഷോട് ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നു. ഇസഡ് വരയ്ക്കുമ്പോൾ ഒന്ന് ചെരിച്ച് വരച്ചാൽ നമുക്ക് 3D ഇഫക്റ്റ് കിട്ടും. എന്തായത് 3D ഇഫക്റ്റ് കിട്ടിയില്ല നിനക്ക് കിട്ടില്ലടാ, നീ പറടാ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കേട്ടാ. ഒന്ന് ജസ്റ്റ് ചെരിച്ച് വരച്ചാൽ മതി, സാധനം കിട്ടിയോളൂ. അപ്പൊ ഇതാണ് ഇലക്ട്രോ ഏത് വേവ്? മാഗ്നറ്റിക് വേവ് കേട്ടാ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ റെപ്രസെന്റേഷൻ അതാ. അപ്പൊ ഏത് ഡാഷോടാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്? എക്സ് ഡാഷോടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് തന്നെ. ശ്രദ്ധിക്കണ്ട, എക്സ് ഡാഷോടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എക്സ് ഡാഷോടാ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡാഷോടാ? വൈ ഡാഷോടാ. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡാഷോടാ? ഇസഡ് ഡാഷോടാ കേട്ടാ. ഇനി നമ്മൾ +1 പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. +1 നമ്മൾ വേവിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കാം. നിങ്ങൾ ഓർമ്മയുണ്ടോ അറിയില്ല. y = a sin kx + ωt. kx ± ωt എന്ന് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ωt ± kx എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇപ്പൊ kx മുമ്പിൽ വന്നാലും ωt മുമ്പിൽ വന്നാലും നമ്മളെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഓർമ്മയുണ്ടാ? ഇല്ല, ഓർമ്മയില്ല. കുഴപ്പമില്ല. ഈ കെ കഴിഞ്ഞ് ശ്രദ്ധിക്കട്ട, ഈ കെ കഴിഞ്ഞ് ഏത് ലെറ്റർ ആണ് എഴുതുന്നത് ആ ഡയറക്ഷനോട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അർത്ഥം. അതൊക്കെ ഞാൻ അന്ന് പഠിപ്പിച്ചതാണ്. ഇപ്പോഴും ഓർമ്മയുണ്ടാവേണ്ടതാണ് കുറച്ചു പേർക്കൊക്കെ. കെ കഴിഞ്ഞ് എഴുതുന്ന ലെറ്റർ ഏതാണ് ആ ഡയറക്ഷനോട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. മക്കളെ ഈ വേവ് എവിടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിപ്പിച്ചത്? എക്സ് ഡാഷോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പഠിപ്പിച്ചത് അല്ലെ. ഈ വേവ് എക്സ് ഡാഷോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ കെ കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്? എക്സ് എന്ന് എഴുതേണ്ടത്. അപ്പൊ കെ കഴിഞ്ഞ് സാർ ഇവിടെ എക്സ് എന്ന് എഴുതി എന്താ അർത്ഥം? അത് എക്സ് ഡാഷോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക. സിമ്പിൾ ആണത്. അപ്പൊ കെ കഴിഞ്ഞ് എക്സ് ഡാഷോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അത് കെ കഴിഞ്ഞ് എക്സ് എഴുതുന്നു, അത് എക്സ് ഡാഷോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. മനസ്സിലാക്കുക. മനസ്സിലായല്ലേ? ഇനി പോസിറ്റീവ് എക്സ് ഡാഷോട്ട് അല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യണേ? അല്ലെ, പോസിറ്റീവ് എക്സ് ഡാഷോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കിടയിലുള്ള ചിഹ്നം എന്താണോ? മൈനസ് ആണ് കേട്ടാ. ഇവർക്കിടയിലുള്ള ചിഹ്നം മൈനസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് പോസിറ്റീവ് എക്സ് ഡാഷോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നാണ് അർത്ഥം. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് +1 വേവിലിട്ടാ. അപ്പൊ ഒമേഗാട്ടിയും കെ എക്സിനും ഇടയിലുള്ള ചിഹ്നം മൈനസ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, y = a sin ωt - kx പറയുമ്പോൾ ഏത് ഡയറക്ഷനോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ ഇത് വെച്ചാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ ആണ് ഇത് വെച്ചാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് മനസ്സിലായത്? രണ്ട് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. കെ കഴിഞ്ഞ് ഏത് ലെറ്റർ എഴുതിയാണ് ശ്രദ്ധിക്കണം. കെ കഴിഞ്ഞ് ഏത് ലെറ്റർ എഴുതിക്കണേ? എക്സ്, അത് എക്സ് ഡാഷോടെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇനി കെയ്ക്കും കെ എക്സിനും ഒമേഗാട്ടിക്കുള്ള സിമ്പിൾ എന്താ? മൈനസ്. അത് പോസിറ്റീവ് എക്സ് ഡാഷോടാണ് എന്ത് ചെയ്യണത്? പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വേവിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. അപ്പൊ ഈ വേവ് എവിടേക്കാ പ്രൊപ്പഗേറ്റ് ചെയ്യണത്? ഈ വേവ് എവിടേക്കാ പ്രൊപ്പഗേറ്റ് ചെയ്യണേ? എക്സ് ഡാഷോടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെ. എക്സ് ഡാഷോട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷനിൽ ഞാൻ ആദ്യം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എഴുതാൻ പോകണം. നമുക്ക് വൈ എന്ന് എഴുതാൻ പറ്റില്ല. വൈ ഒക്കെ സാധാ വേവാ, ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സാധാ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാൻ പോകണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആണ് കേട്ടോ, E0. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിന് പകരം E0. അതൊക്കെ 5ാം ക്ലാസ് കുസ്തിയുടെ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് E0. അപ്പൊ E = E0 സൈൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ? ωt - kx. സംശയം എന്താ? E = E0 സൈൻ ωt - kx. എഴുതിയിട്ടുള്ളോ? ആംപ്ലിറ്റ്യൂഡിന് പകരം മാക്സിമം വാല്യൂ E0. y എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പകരം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E. ബാക്കിയൊക്കെ സെയിം തന്നെ. കണ്ടാ, കെ കഴിഞ്ഞിട്ട് ഏത് ലെറ്റർ എഴുതിയണേ? എക്സ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടേ. ഈ വേവ് ഏത് ഡാഷോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഈ വേവ് പോസിറ്റീവ് എക്സ് ഡാഷോട്ടാന്ന് പറയാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനോട്ടാ ഓസിലേറ്റ് ചെയ്യണേ? ഏത് ഡയറക്ഷനോട്ടാ ഇലക്ട്രിക് ഫീൽഡ് നിൽക്കണേ? ആ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണേ? എക്സ്. ആ എക്സ്. എക്സിലാണ് ഓസിലേറ്റ് ചെയ്യുന്ന വൈ. അപ്പൊ വേണമെങ്കിൽ ഈ വൈ ഇട്ട് വെച്ചോ. ഈ വൈ ഇടാം, വൈ ഡയറക്ഷനോട്ടാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനോട്ടാ? എന്തുവാ? Z. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? dz ഈക്വൽസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ Z ഈക്വൽസ് മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B0 സൈൻ
ഒമേഗ ടി മൈനസ് എക്സ്. ഇതാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒക്കെ എന്ത് ഇക്വേഷൻ. അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒക്കെ ഇക്വേഷൻ. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഓസിലേറ്റിംഗ് ചാർജ് ആണ് എന്തുണ്ടാക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓസിലേറ്റിംഗ് ചാർജ് ആണ് എന്തുണ്ടാക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേറ്റിംഗ് ചാർജ് വിൽ പ്രൊഡ്യൂസ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദേ വിൽ റീജനറേറ്റ് with each other, produces a electromagnetic wave. This electric field, magnetic field and propagation of wave are mutually perpendicular. ഇവര് മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിക്കാൻ പറഞ്ഞ എക്സ് ആക്സിൽ വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, വൈ ഡാർഷുഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക, ഇസഡ് ഡാർഷുഡ് എന്ത് കൊടുക്കുക, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുക. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ബുദ്ധിമുട്ടുണ്ട്, അത് വരയ്ക്കാൻ ചോദിക്കട്ടാ. 2 മാർക്കിനൊക്കെ ഇത് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. CBSE കാർക്ക് അടക്കാൻ പറഞ്ഞേട്ടാ, ഇത് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കേട്ടാ. പിന്നെ വെറുതെ 5ാം ക്ലാസ് ഗുസ്തി പിള്ളേർ എഴുതുന്ന പോലെ എക്സ് ഡാഷോട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡാഷോട്ടാ, വൈ ഡാഷ്. സോ EY ഈക്വൽ ടു മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. ആംപ്ലിറ്റ്യൂഡ് വരെ E0 സൈൻ ഒമേഗ ടി മൈനസ് എക്സ്. മാഗ്നറ്റിക് ഫീൽഡ് വരെ B0 സൈൻ ഒമേഗ ടി മൈനസ് എക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ഓരോ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാം കേട്ടോ. ആദ്യം ഇത് നോട്ട് ചെയ്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. അപ്പൊ എഴുതുക, an oscillating charge will produce electromagnetic wave. An oscillating charge will produce electromagnetic wave. ഒരു ഓസിലേറ്റിംഗ് ചാർജ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ഉണ്ടാക്കുന്നു. an oscillating charge will produce electromagnetic wave. ഇനി അടുത്ത കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. when charge oscillates electric field varies. When charge oscillates electric field varies. Electric field മാറും, സിമ്പിൾ ആണ് അതൊക്കെ. This varying electric field can produce varying magnetic field. This varying electric field can produce a varying magnetic field. This electric field and magnetic field regenerate with each other. This electric field and magnetic field regenerate, പരസ്പരം ഉണ്ടാകുന്നു എന്ന് അർത്ഥം. Regenerate with each other and produces electromagnetic wave. Electromagnetic wave ഉണ്ടാക്കുന്നു. Produces electromagnetic wave. Electric field, magnetic field and direction of propagation of wave are mutually perpendicular. Electric field, magnetic field and direction of propagation of wave are mutually perpendicular. Are mutually perpendicular. കഴിഞ്ഞ കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് തുടങ്ങാം. പ്രോപ്പർട്ടീസ് ഓഫ് EM wave. Properties of EM wave. EM വേവിന്റെ പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടീസ്. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു 2, 3, 4 പ്രോപ്പർട്ടി ഏതാന്ന് ചോദിക്കും ചിലപ്പോ. പ്രോപ്പർട്ടീസ് ഓഫ് EM വേവ് എഴുതി വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് oscillates mutually perpendicular and also perpendicular to
ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. കേട്ടോ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് അത് മ്യൂച്വലി എന്താണ് മക്കളെ? പെർപെൻഡിക്കുലർ ആണ്. ഏത് വേവിനെ സംബന്ധിച്ച്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ സംബന്ധിച്ച്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറയാം. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇ ക്രോസ് ബി. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആർക്ക് പ്രപ്പോർഷൻ എന്നിനൊക്കെ പെർപെൻഡിക്കുലർ? എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എക്കും ബിക്കും പെർപെൻഡിക്കുലർ. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. സിമിലർലി ഇ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്താ? ഇക്കും ബിക്കും പെർപെൻഡിക്കുലർ. അതന്നെയല്ലേ നമ്മൾ മുകളിൽ എഴുതി വെച്ചത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കുറച്ചുകൂടി നമുക്ക് കിട്ടാതെ ഇ ക്രോസ് ബി വെച്ചിട്ടാണ് കേട്ടോ. കറക്റ്റ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കിട്ടും നമുക്ക്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കിട്ടുന്നത് ഇ ക്രോസ് ബി ചെയ്താണ്. അപ്പൊ ഇ ക്രോസ് ബി ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. കിട്ടിയ അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ്സ്. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ്സ് in the same phase. ഒരേ ഫേസിലാണ് അവര് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യുന്നത്. ഒരേ ഫേസിലാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ പടം വരച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങിയത്, അല്ലേ? അതെ, ഒരേപോലെ തുടങ്ങുകയോ ഒരേപോലെ അവസാനിക്കുകയോ ചെയ്യുന്ന സംഭവമാണ് വരച്ചു വെച്ചത്. അല്ലാണ്ട് വെവ്വേറെ ഒന്നും വരച്ചു വെച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ അതാ പറഞ്ഞ അവര് ഒരേ ഫേസിലാണ് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഫേസിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നത്. കിട്ടിയ? ഇനി വെലോസിറ്റി ഓഫ് വേവ് c equals 1/√of μ0 epsilon 0. Very important relation ആണ് കേട്ടോ. വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് c equals 1/√of μ0 epsilon 0. epsilon 0 അറിയാം, പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. μ0 എന്ന് പറയുമ്പോൾ പെർമിയബിലിറ്റി ഓഫ് വാക്വം. അപ്പൊ പെർമിയബിലിറ്റി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുത്ത് റെസിപ്രോക്കൽ എടുത്താൽ 1/√of μ0 epsilon 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? You will get the velocity of electromagnetic wave in vacuum. എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ കണ്ട ഇവിടെ 0 എന്ന് കഴിഞ്ഞാൽ വാക്വം നടത്താം. പെർമിറ്റിവിറ്റി ഇൻ വാക്വം, പെർമിയബിലിറ്റി ഇൻ വാക്വം, നമുക്ക് കിട്ടുന്ന വെലോസിറ്റി ഇൻ വാക്വം. So velocity of electromagnetic wave is given by 1/√of epsilon 0 μ0. And it is equal to value 3 into 10⁸ meter per second. 3 into 10⁸ meter per second. സംശയമുള്ളവരുണ്ടോ? ഇതാണ് അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇത് ഏത് ഇക്വേഷനാ? ഇത് വാക്വത്തിലുള്ളതാ. അതെങ്ങനെയാ വാക്വത്തിലുള്ളതാന്ന് മനസ്സിലായത്? 0 എപ്സിലോൺ 0 μ0 കൊണ്ട് കഴിഞ്ഞാൽ വാക്വത്തിലുള്ള. ഇനി ഏതെങ്കിലും മീഡിയത്തിലുള്ളതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ സാധനം. വെലോസിറ്റി ഇൻ മീഡിയം ചോദിച്ചാൽ 1/√of പെർമിയബിലിറ്റി ഓഫ് മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. വെലോസിറ്റി ഇൻ മീഡിയം in any medium, velocity in any medium is given by 1/√of permittivity and permeability. നിങ്ങൾ ആലോചിക്കട്ടോ, ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും ആ മീഡിയത്തിന്റെ പെർമിബിലിറ്റിയും തമ്മിൽ ആ മീഡിയത്തിലൂടെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ബന്ധം കേട്ടാ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആലോചിച്ച് നോക്കുക. അപ്പൊ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും ഒരു മീഡിയത്തിന്റെ പെർമിബിലിറ്റി തമ്മിൽ ഇൻഡ്യൂ ചെയ്ത് റൂട്ട് എടുത്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ദാറ്റ് മീഡിയം കിട്ടും. ഇത് 0 എന്നാണ് എന്താ അർത്ഥം മക്കളെ? ഇവിടെ 0 എന്ന് പറഞ്ഞാൽ അത് വാക്വം ആണ്. വാക്വം ആകുമ്പോൾ അത് വെലോസിറ്റി ഇൻ വാക്വം. സംശയം എന്താ? സംശയം പറയണോ? യെസ്. ഇനി കഴിഞ്ഞിട്ടില്ലേ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്.
ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അവർ തമ്മിലൊന്ന് റേഷ്യോ എടുത്ത് നോക്കിയൊക്കെ. റേഷ്യോ എടുക്കാം, എടുക്കോ? ഇവര് തമ്മിലൊന്ന് റേഷ്യോ എടുത്തേ. ആര് തമ്മില്? വെലോസിറ്റി ഇൻ വാക്വം ബൈ വെലോസിറ്റി ഇൻ മീഡിയം. വെലോസിറ്റി ഇൻ വാക്വം ബൈ വെലോസിറ്റി ഇൻ മീഡിയം ഒന്ന് എടുക്കണം നമ്മളെ. വെലോസിറ്റി ഇൻ വാക്വം ബൈ വെലോസിറ്റി ഇൻ മീഡിയം ആ റേഷ്യോ എടുത്ത് കാണിച്ചെന്നെ. വെലോസിറ്റി ഇൻ വാക്വം എത്രയാ? 1/√of μ0 epsilon 0 by 1/√of μm epsilon m. ശരിയല്ലേ? വെലോസിറ്റി ഇൻ വാക്വം ബൈ വെലോസിറ്റി ഇൻ മീഡിയം ആണ് കേട്ടോ. ഇത് അങ്ങനെ എടുത്ത് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും √of ഇത് മുകളിൽ പോലെ μm epsilon m ഡിവൈഡഡ് ബൈ μ0 epsilon 0 അങ്ങനെ വരില്ലേ? വരില്ല. ഈ വാക്വം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റീവ് ആണ്. Permittivity of medium by permittivity of vacuum, relative permittivity. Permeability of medium by permeability of vacuum, relative permeability. So C by V എന്ന് പറയുന്നത് root of relative permittivity and relative permeability. ശരിയാണെങ്കിലാണെന്ന് കേട്ടോ. Root of relative permittivity and relative permeability ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C by V എന്ന് കിട്ടും. കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഈ സി ബൈ വി എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവൂല്ലേ? എവിടെയോ കണ്ടിട്ടുണ്ടാവും ഈ സി ബൈ വി. എന്താണ് സി ബൈ വി? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എടാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാ പറയാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ റൂട്ട് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു റിലേറ്റീവ് പെർമിബിലിറ്റി. ഗംഭീര കണക്ഷൻസ് ആണ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എടാ 1/√of epsilon 0 μ0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് കിട്ടും. അത് മീഡിയത്തിന്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയത്തിന്റെ വെലോസിറ്റി കിട്ടും. അവർ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. √of epsilon r μ r. റിലേറ്റീവ് പെർമിറ്റിവിറ്റി റിലേറ്റീവ് പെർമിബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? എന്താ സന്തോഷമായിട്ടാ? ഇനി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു പോയിന്റ് പറഞ്ഞുതരാം. എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആകെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു പോയിന്റ്. മകളുടെ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ മൂവ് ചെയ്യാൻ മീഡിയം വേണോ? വേണ്ട. രക്ഷപ്പെട്ടു. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഒരു എളുപ്പമുള്ളൊരു പോയിന്റ് തന്നുള്ള ഇടയില് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഒരു മീഡിയത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. എഴുതിയ ഇനി നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്. ഒരു എളുപ്പമുള്ള പോയിന്റ് പറയണല്ലേ? ഇത് ലോഞ്ചിറ്റ്യൂഡിലെ ട്രാൻസ്ഫേഴ്സാ. കണ്ടിട്ട് ഇങ്ങനെ പോണ വേവ് ഏതാണ്? ഏതാ? ഈ ക്രസ്റ്റൺ റഫ് ആയിട്ട് പോണ വേവ് ഏതാ? ട്രാൻസ്ഫേഴ്സ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫേഴ്സ് വേവ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ട്രാൻസ്ഫേഴ്സ് വേവ് ഇൻ നേച്ചർ. ട്രാൻസ്ഫേഴ്സ് വേവ് ഇൻ നേച്ചർ. ഇതൊക്കെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ട്രാൻസ്ഫേഴ്സ് വേവ് ഇൻ നേച്ചർ കിട്ടിയ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഇക്വേഷൻ. മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് E0, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ C. E0 by B0 equal to C. Very important. Maximum value of electric field by maximum value of magnetic field is equal to C. Maximum value of electric field is equal to C into maximum value of magnetic field. ഭീകരനാണ്, കൊടും ഭീകരണ്ട. E0 by B0 equal to എന്താ റേഷ്യോ? C. E0 by B0 equal to C. കേട്ടാ? E0 equal to C into B0. ഞാൻ നിങ്ങളെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം. കുറച്ചു പേർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നിങ്ങൾ E by B എവിടെയോ കേട്ടിട്ടുണ്ടാ? E by B equal to V എന്നുള്ള ഇക്വേഷൻ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. E by B equal to V. വെലോസിറ്റി സെക്ടർ.
വെലോസിറ്റി സെലക്ടറാ, അത് വേറെ ചാപ്റ്റർ കേട്ടാ, ഇത് വേറെ ചാപ്റ്റർ ആണ് കേട്ടാ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അവർ തമ്മിൽ സിമിലാരിറ്റി വരുന്നുണ്ട്, ശ്രദ്ധിച്ചത്. E/B ഇവിടെയും വരുന്നത് E/B. വെലോസിറ്റി ഇതിന് പകരം ഇവിടെയും വെലോസിറ്റി തന്നെയാണ് കേട്ടോ. വ്യത്യാസങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. അല്ല, വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ഒരേ ഫോർമാറ്റ് ആണ് കേട്ടോ. അപ്പൊ ഫിസിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണെന്നേ, ഭയങ്കര കണക്റ്റഡാ. അപ്പൊ E0/B0 C, E0 C/B0 എഴുതി വെച്ചാ. അപ്പൊ ഇത് എഴുതി വെച്ചു. ഇനി കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോവാണ്. ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല, പക്ഷെ ചിലപ്പോ മേ ബി പറയാൻ പറ്റില്ല കേട്ടോ. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി എത്രയാണ് ചോദ്യമാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി എത്രയാണെന്നൊരു ചോദ്യം. നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇക്വേഷൻ എഴുതുന്നു മക്കളെ. 12ε0 E². ഇത് വല്ലയിടത്തും കണ്ടുണ്ടോ എന്ന് മാത്രം എനിക്ക് നോക്കി പറഞ്ഞാൽ 12ε0 E². എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ അങ്ങോട്ട് വരുന്നില്ല. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ. യെസ്, എനർജി ഡെൻസിറ്റി ഇൻ കപ്പാസിറ്റർ. കപ്പാസിറ്ററിലുള്ള എനർജി ഡെൻസിറ്റിയാണ് 12ε0 E² കേട്ടാ. കപ്പാസിറ്ററിലുള്ള എനർജി ഡെൻസിറ്റിയാണ് നമ്മളത് പഠിപ്പിച്ചിട്ടുള്ള അന്ന്. 12ε0 E². എനർജി ഡെൻസിറ്റിനെ കപ്പാസിറ്റർ അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എനർജി ഡെൻസിറ്റിനെ കപ്പാസിറ്റർ എന്നിട്ട് അത് പഠിപ്പിച്ച സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആവശ്യം ഇവിടെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ അന്ന് പഠിപ്പിച്ചതിന്റെ ഒക്കെ ആവശ്യം ഇവിടെയാണ് വരുന്നത്. അപ്പൊ എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ദ കപ്പാസിറ്റർ ഈക്വൽ ടു 12ε0 E² ആണ്. സംശയം ഇല്ലല്ലോ, 12ε0 E² ആണ്. ഈ കപ്പാസിറ്ററിനുള്ളിൽ ഏത് ഫീൽഡാ? ഇലക്ട്രിക് ഫീൽഡാ മാഗ്നറ്റിക് ഫീൽഡാ? കപ്പാസിറ്ററിനുള്ളില് അതേടാ ഇലക്ട്രിക് ഫീൽഡാ. അത് ഇന്നലെ നമ്മൾ പറഞ്ഞത് ചാർജിങ് കപ്പാസിറ്ററിന്റെ ഉള്ളിലാ. ചാർജ് ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഫുൾ ചാർജ് ആയി നിൽക്കുന്ന കപ്പാസിറ്റർ. ഫുൾ ചാർജ് ആയി നിൽക്കുന്ന കപ്പാസിറ്ററിൽ ഏത് ഫീൽഡാണോ? അത് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതുന്നുണ്ടാ. ഇറ്റ് ഈസ് ദ ഡിവൈസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ഇത്. അപ്പൊ കപ്പാസിറ്ററിനുള്ളിലുള്ള ഫീൽഡ് ഏത് ഫീൽഡാ? ഇലക്ട്രിക് ഫീൽഡാ അല്ലെ? അപ്പോ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി തന്നെ എഴുതി വെച്ചു 12ε0 E². ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കണ്ട. ഇത് അവിടെ പഠിച്ചത് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ പഠിച്ചവർക്ക് ഇത് പഠിക്കണ്ട. അതാണ് വ്യത്യാസം. അതാണ് നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്. അവിടെ കപ്പാസിറ്ററിലെ എനർജി ഡെൻസിറ്റി വൃത്തിയായി പഠിപ്പിച്ചവരെ സംബന്ധിച്ച് ഇവിടെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടോ? ആ കപ്പാസിറ്ററിന്റെ അതേ വാല്യൂ ആണ് ഇവിടെ. അതായത് ഇത് ഇപ്പൊ 12ε0 E² ഇവിടെ വെച്ച് പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. സംശയമില്ലല്ലോ? സംശയം ഇല്ല. മക്കളെ ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് വെറും ഇലക്ട്രിക് ഫീൽഡ് അല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാ അല്ലെ? വേരിങ് ഇലക്ട്രിക് ഫീൽഡാ, വേവ് ഫോമിൽ വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ആ. കണ്ണിൽ നിന്ന് പുക പറക്കുന്നു, RMS വാല്യൂ ആ. RMS വാല്യൂ കേൾക്കാത്തവര് ഈ ക്രാഷുകാർ കേട്ടിട്ടുണ്ടാവില്ല. സാധാ ക്ലാസ്സിൽ നമ്മൾ RMS വാല്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു AC കറണ്ടിനെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാ? ഒരു AC കറണ്ടില് അതന്നെ AC കറണ്ടിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ പറയാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു സിംഗിൾ വാല്യൂനെ AC-നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള വാല്യൂ ആണ് RMS വാല്യൂ. ഈ AC കറണ്ടിന്റെ പ്രത്യേകത എന്താ? ഇതിങ്ങനെ ഇതേപോലെ തന്നെ AC കറണ്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ AC കറണ്ടിലെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് വാല്യൂ പറയാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളതാണ് എന്ത്? RMS വാല്യൂ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന പിള്ളേർക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന കറണ്ടിന്റെ വോൾട്ടേജ് എത്രയാ? 220 വോൾട്ടാ അല്ലെ? നമ്മുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ എല്ലാവരും വീട്ടിലേക്ക് എത്തുന്ന കറണ്ടിന്റെ വോൾട്ടേജ് എത്രയാ? 220. നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന കറണ്ട് ഏതാ? AC ആണ്. ഈ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ 220 വോൾട്ടേജിനാണ് എപ്പോഴും തരിക. കൂടാ കുറയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ 220 എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറയണത്? അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് നിങ്ങൾ കൂടാ കുറയാന്ന് പറഞ്ഞിട്ടാണോ വാങ്ങിക്കുന്നത്? അല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് എത്ര വോൾട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കണേ? 220 വോൾട്ടാന്ന് പറഞ്ഞാൽ വാങ്ങിക്കണേ. അപ്പൊ AC-നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു വാല്യൂലേക്ക്
കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ല റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് 220. ആ വാല്യൂ ആണ് ഏത് വാല്യൂ? RMS വാല്യൂ. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ 220 വോൾട്ട് എന്ന് പറയുന്നതാണ് ഏത് വാല്യൂ? RMS വാല്യൂ. അത് എസിനെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എസിനെ പോലെ വേരിയിങ് അല്ലടാ. അപ്പൊ ഇതിന്റെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് വാല്യൂ എടുക്കേണ്ടി വരിക? RMS വാല്യൂ. സോ ഹാഫ് എപ്സിലോൺ 0 ഈ RMS സ്ക്വയർ. സംശയമില്ലല്ലോ, സിമ്പിൾ ആണ് ഇതാ. ഇനി നിങ്ങൾ എസിന് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ഇവിടെ എസിയുടെ കാര്യം എഴുതിയാണ്. IRMS ഈക്വൽ ടു മാക്സിമം കറണ്ട് ബൈ √2 എന്നാണ്. ഓർമ്മയുണ്ടാ? VRMS ഈക്വൽ ടു മാക്സിമം വോൾട്ടേജ് ബൈ √2 എന്നാണ്. ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ട്. ഓർമ്മയുണ്ടാ? ഓൺലൈൻകാർക്ക് ഓർമ്മയുണ്ടാവണം. IRMS ഈക്വൽ I0 ബൈ √2, VRMS ഈക്വൽ ടു V0 ബൈ √2. അപ്പൊ ERMS എന്ത് വരും? സിമിലർലി ERMS ഈക്വൽ ടു മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് E0 ബൈ √2. ERMS ഈക്വൽ ടു, അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ERMS ഈക്വൽ ടു E0 ബൈ √2. അതിവിടെ കൊടുക്കുമ്പോ എന്ത് വരും മക്കളെ? ഹാഫ് എപ്സിലോൺ 0 E0 ബൈ √2 ദ ഹോൾ സ്ക്വയർ, E0 സ്ക്വയർ ബൈ 2. അപ്പൊ എന്ത് വരും? ഇറ്റ് ഈസ് 1/4 എപ്സിലോൺ E0 സ്ക്വയർ. തെറ്റുണ്ടിട്ടാ, അല്ല മാറിണ്ടിട്ടാ. ഇവിടെ 1/2 ആണ്, ഇവിടെ 1/4 ആയി. ഇവിടെ ERMS ആണ്, ഇവിടെ എന്തായി? E0 ആണ്. വ്യത്യാസം മനസ്സിലാക്കണം. ഇതാണ് എനർജി ഡെൻസിറ്റി. ഒന്നും പഠിക്കാനില്ല കാര്യമായിട്ട്. പണ്ട് പഠിച്ചവർക്ക് ഒന്നും പഠിക്കാനില്ല, അല്ലാത്തവർക്ക് പുതുതാ. അല്ലാതെ പണ്ട് പഠിച്ചവരുടെ കാര്യം പറഞ്ഞേ. പണ്ട് പഠിച്ചവർക്ക് ഇതിലൊന്നും പഠിക്കാനില്ല. എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. I എന്ന് പറയുന്നത് ഇത് സിനിസോയിഡൽ വേവ് ആയതുകൊണ്ട്, വേരിയിങ് വേവ് ആയതുകൊണ്ട് E എന്ന് പറയുന്നത് ഏത് വാല്യൂ? ERMS. IRMSനെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ബൈ √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ബൈ 2. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇത്രയുള്ള പരിപാടി, ഇത്രയുള്ള എനർജി ഡെൻസിറ്റി. അപ്പൊ ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ERMS E0 ബൈ √2 പണ്ട് പഠിച്ചിട്ടുള്ള, അതിന് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതും പണ്ട് പഠിച്ചിട്ടുള്ള. ഇനി അടുത്തത് നമ്മൾ ഏതാ പറഞ്ഞ? മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി. നെക്സ്റ്റ് വൺ, എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി. അപ്പൊ നമ്മള് ഇതും എവിടെയൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ക്രാഷാർക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല, കാരണം അവർക്ക് എടുത്തിട്ടില്ല. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അവിടെ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഹാഫ് LI സ്ക്വയർ. ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഹാഫ് LI സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചത്. ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏത് ഫീൽഡായിട്ടാ? മാഗ്നറ്റിക് ഫീൽഡായിട്ടാണ്. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ കമ്പിച്ചുറ്റ്, അതില് എനർജി സ്റ്റോർ ചെയ്യുന്ന ഏത് ഫീൽഡായിട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡായിട്ടാണ്. ഇൻഡക്ടറിലെ എനർജി ഡെൻസിറ്റി നമ്മൾ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. B² ഡിവൈഡ് ബൈ 2μ0. ഓർമ്മയുണ്ടെങ്കിൽ നോക്കിയാൽ മതി, നമ്മുടെ ബുക്കിൽ ഉണ്ടാവട്ടത്, ശ്രദ്ധിച്ചാൽ മതി. B² ഡിവൈഡ് ബൈ 2μ0. കേട്ടാ, ഇനി ഓർമ്മയില്ലാതൊരു ഇപ്പൊ ഓർമ്മിച്ചെടുക്കാം. B² ഡിവൈഡ് ബൈ 2μ0. ഇതാണ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാ? എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇത്. എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു B² ഡിവൈഡ് ബൈ 2μ0. ഇത് പലയിടത്തും കണ്ടുപരിച്ചിട്ടുണ്ടോ? ഇത് കണ്ടുപരിച്ചില്ലാത്തവര് ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ EMI എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പോയിട്ട് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്ത് നോക്കി. ഞാൻ എന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ പോയി നോക്കാം. ഇത് പുതിയതൊന്നും അല്ലാട്ടാ, ഇത് പഴയ തന്നെ. ഇതേപോലെ തന്നെ ഇതും പഠിപ്പിച്ചിട്ടുണ്ട്. സോ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B² ബൈ 2ε0. ഇവിടെ എഴുതുന്ന B മക്കളെ മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് അല്ലടാ, മാഗ്നറ്റിക് ഫീൽഡ് സ്പെയറിംഗ് അല്ലേ. അപ്പൊ ഇവിടെ എഴുതുന്ന B ഏത് B ആയിരിക്കും? RMS ആയിരിക്കും. അത്രയുള്ള പരിപാടി RMS ആയിരിക്കും. സോ BRMS ഹോൾ സ്ക്വയർ ബൈ 2μ0. ഈ BRMSന് പകരം എന്ത് കൊടുക്കാം മക്കളെ? B0 ബൈ √2 കൊടുക്കാം. BRMSന് പകരം B0 ബൈ √2 കൊടുക്കുകയാണെങ്കിൽ ഇതേ ഇക്വേഷൻ മാറും. B0 സ്ക്വയർ ഡിവൈഡ് ബൈ 4μ0 വരും. സംശയം? B0 സ്ക്വയർ ഇട്ടാ അവിടെ B0 ആയിട്ടാ, ശ്രദ്ധിക്കണേ. B0 സ്ക്വയർ ബൈ 2 എന്നുള്ളത് എന്തായി മാറി? 4 ആയി മാറി. 4μ0 വരും. ഇതാണ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സംശയം ഉണ്ടാ? അപ്പൊ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കപ്പാസിറ്ററിന്റെ, എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ടറിന്റെ.
രണ്ടു സെയിം തന്നെ അതെ. അവിടെ ഇവിടെ ഇക്വേഷൻസ് ഒക്കെ സെയിം തന്നെ. സംശയം ഉണ്ടെങ്കിൽ പറയാണ്ട. സാറിനോട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടാ ഇല്ലല്ലോ? യെസ്. അപ്പോ ശ്രദ്ധിക്കട്ട, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാട്ടോ. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ടില്ല കേട്ടാ. അവര് എന്തോ 2-3 സെന്റൻസ് എഴുതി വെച്ച് ഉടായ്പ അവസാനിപ്പിക്കുകയാണ്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനും ചാൻസ് ഇല്ല. യെസ്. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോ നമുക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റേഡിയ. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 1/4 epsilon 0 E0 square. Energy density of magnetic field radius. Energy density of magnetic field is equal to B0 square divided by 4 mu 0. ഇതല്ല കിട്ടിയത്? ഇതാണ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയത്. ഇതാണ് എനർജി ഡെൻസിറ്റി ഓഫ് എന്ത് കിട്ടിയത്? ഇലക്ട്രിക് ഫീൽഡ്. ഇനിയൊരു അത്ഭുതം കാണിച്ചു തരാൻ സാർ. ശ്രദ്ധിച്ചിരിക്കട്ട. B0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 mu 0 എന്താ? എനർജി ഡെൻസിറ്റി ഓഫ് ഏത് ഫീൽഡാണ് അത്? മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി നമുക്കറിയാവുന്ന ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. E0 ബൈ B0 ഈക്വൽ ടു സി എഴുതിയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. E0 ബൈ B0 ഈക്വൽ ടു സി. B0 ഈക്വൽ ടു E0 ബൈ സി എഴുതി കൂടെ. B0 ഈക്വൽ ടു E0 ബൈ സി എഴുതി കൂടെ. പറ്റില്ലേ? പറ്റും. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B0ക്ക് പകരം E0 ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിടാം? ഇവിടെ B0 സ്ക്വയറാ. അപ്പോ E0 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 4 mu 0 ശരിയാണോ? ആണോ? ആലോചിച്ച് പറഞ്ഞാ. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയിലേക്ക് B0ക്ക് പകരം E0 ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E0 സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 4 mu 0. ഉറപ്പുണ്ടോ? സി ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എഴുതിണ്ടായിരുന്നു 1/√of mu 0 epsilon 0 എഴുതിണ്ടായിരുന്നില്ലേ? അപ്പൊ സി സ്ക്വയർ എന്ന് വരണോ? സി സ്ക്വയർ 1 വെറും mu 0 epsilon 0 റൂട്ട് പോവും. അപ്പൊ സി സ്ക്വയർ ചെയ്യുമ്പോ റൂട്ട് പോവും. 1 mu 0 epsilon 0. ആ സി സ്ക്വയർ വരെ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ E0 സ്ക്വയർ ബൈ സി സ്ക്വയറിന് പകരം 1 mu 0 epsilon 0 ഇൻറ്റു 4 mu 0 അല്ലേ? mu 0 ഇവിടുത്തെ mu 0 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോകും. ബൈ കിടക്കുന്ന epsilon 0 അടിക്ക് കൂടാ മൂളിയെ പോവും. അപ്പൊ എന്താ വരിക? 1/4 ഇവിടെ ഉണ്ട്, 4 അടിയിലുണ്ട്. 1/4 epsilon 0 E0 സ്ക്വയർ. ഇതല്ലേ? ഇത് തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഏത് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി വെച്ചാ തുടങ്ങിയത്? നമ്മൾ ഏത് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി വെച്ചാ നമ്മൾ തുടങ്ങിയത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി വെച്ച് നമ്മൾ തുടങ്ങിയിട്ട് അവസാനം കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയാ. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും സെയിം ആണ്, ഈക്വൽ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സോ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും സെയിം ആണ്. സോ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കിട്ടിയ? കുഴപ്പമില്ലല്ലോ. ഇപ്പൊ രണ്ടുപേരുടെയും എനർജി ഡെൻസിറ്റികൾ എന്താ? സെയിം ആണ്. ഇതൊക്കെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന? ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന അതൊക്കെ? ഞാൻ CBSE ചോദിക്കണേ നന്നായി.
അപ്പൊ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കഴിഞ്ഞില്ലേ? ആ രണ്ട് എനർജി ഡെൻസിറ്റികളും സെയിം ആണ്. സോ വാട്ട് ഈസ് ടോട്ടൽ എനർജി ഡെൻസിറ്റി? ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇ എം വേവ്. മക്കളെ ഇ എം വേവിന്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റി എത്രയാണ്? ഇ എം വേവിന്റെ ആയിട്ടാ ഞാൻ പറഞ്ഞേ. ഇ എം വേവിന്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റി എത്രയാണ് മക്കളെ? ഇ എം വേവിനുള്ളിൽ ഏതൊക്കെ ഫീൽഡ് ഉണ്ടാ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്. രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യാം. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇ എം വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോ എനർജി ഡെൻസിറ്റി ഓഫ് അത് എഴുതി വെക്കട്ടെ. എനർജി ഡെൻസിറ്റി ഓഫ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് എനർജി ഡെൻസിറ്റി ഓഫ് ഏത് ഫീൽഡ്? അത് തന്നെ സാർ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 1/4 E0 സ്ക്വയർ പ്ലസ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 1/4 E0 സ്ക്വയർ. ശരിയല്ലേ? ഇത് രണ്ടും ഈക്വൽ ആട്ടാ. അത് കാരണം ഞാൻ രണ്ടും ഒരുമിച്ച് ചെയ്തേട്ടാ. അപ്പൊ 1/4 E സ്ക്വയർ പ്ലസ് 1/4 E സ്ക്വയർ. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമാറ്റിൽ എഴുതാട്ടാ. 1/4 B0 സ്ക്വയർ ബൈ µ0 പ്ലസ് 1/4 B0 സ്ക്വയർ ബൈ µ0. ഇതേത് കൂടെ ഈക്വൽ എന്ന് പറയുമ്പോ രണ്ട് രീതിയിൽ എഴുതാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമാറ്റിൽ എഴുതാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമാറ്റിൽ എഴുതാം. ഈക്വൽ ആണ് രണ്ടുപേരും. അപ്പൊ എന്തിലൂടെ ടോട്ടൽ എനർജി ഡെൻസിറ്റി? ടോട്ടൽ എനർജി ഡെൻസിറ്റി 1/4 2 ഇൻറ്റു ചെയ്യണം. 1/2 E0 സ്ക്വയർ ഈക്വൽ ടു 1/2 B0 സ്ക്വയർ ബൈ µ0. ദിസ് ഈസ് ദ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഇതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ സംഭവം. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ടോട്ടൽ എനർജി ഡെൻസിറ്റി. ഇതില് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഈക്വൽ ആണ്. അത് ഫോക്കസ് ചെയ്യാം. അല്ലാണ്ട് മക്കൾ ഇത് ഡിറൈവ് ചെയ്ത് ചോദിക്കുന്നില്ല. ഇത് ഡിറൈവേഷൻ ഒന്നുമില്ല. ഇതൊക്കെ നമ്മള് ക്ലാസ്സിൽ പറഞ്ഞുതരാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ള. നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളും. അതുകൊണ്ട് വലിയ ഭീകര കാര്യമൊന്നും അറിയണ്ട. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയും? ഒന്നാമത്തെ കാര്യം എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും എന്താണെന്ന് സെയിം ആണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവസാനത്തെ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇക്വേഷന് അറിയണം. 1/2 E0 സ്ക്വയർ അല്ലെങ്കിൽ 1/2 B0 സ്ക്വയർ ബൈ µ0. ഈ രണ്ട് വാല്യൂസ് അറിയണ്ടോ? ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കപ്പാസിറ്ററിന്റെ മറ്റേ ഇതൊക്കെ പറഞ്ഞാ അതൊക്കെ പഠിച്ചു തന്നെയാണ് ഓൾറെഡി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് റിസൾട്ട് അറിഞ്ഞാൽ മതി. രണ്ടിന്റെ എനർജി ഡെൻസിറ്റി ഈക്വൽ ആണെന്നും അവസാനം ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇ എം വേവ് ഇതാണെന്നും മനസ്സിലാക്കാം. സംശയം ഉണ്ടാ ഉണ്ട്